സാറേ, മുഖ്യമന്ത്രി പിണറായി വിജയന് മൈക്ക് ഓപ്പറേറ്ററെ ചീത്ത വിളിക്കാം, മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയാം, ഏത് രീതിയിൽ വേണമെങ്കിലും ദേഷ്യം പ്രതിഷേധമൊക്കെ പ്രകടിപ്പിക്കാം. പക്ഷേ തിരിച്ച് സ്വാഭാവികമായും നമുക്കിഷ്ടമില്ലാത്ത ആളുകൾക്ക് നേരെ നമുക്കും പ്രതിഷേധം പ്രകടിപ്പിക്കാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ അതിനുശേഷം അദ്ദേഹത്തോടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ കൂവി. പിന്നെ നമ്മൾ കേൾക്കുന്ന അഭിഭാഷകനെ പിടിച്ച് ജയിലിലിട്ടുന്ന എന്താ സാർ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപനങ്ങളിൽ അദ്ദേഹം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും തുടർച്ചയായി കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് മുഖ്യമന്ത്രിയായി വരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ ഈ ജനാധിപത്യ മര്യാദ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. അതാണ് സിനുജി സൂചിപ്പിച്ചത്. ഇന്നലെ അദ്ദേഹം കേരളത്തിൻ്റെ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തിട്ടിറങ്ങി വരുമ്പോഴാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ഒരാൾ കൂവിയത്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ കണ്ടോൺമെൻറ്റ് പോലീസ് പിടിച്ച് ആ സംഭവം നടക്കുന്ന പോലീസ് പരിധി മ്യൂസിയം പോലീസിന് കൈമാറി. ഇത് ഇദ്ദേഹം റോമിയോ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ് എന്നും പിന്നീട് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് മുഖ്യമന്ത്രിയെ കൂവാൻ പാടുണ്ടോ? അതിനകത്ത് നിയമരഹിതമായ എന്തെങ്കിലും ഉണ്ടോ? മുഖ്യമന്ത്രിയെ കൂവിയാൽ അത് അതിക്രമവും അദ്ദേഹത്തിൻ്റെ നിലയിലുള്ള കയ്യേറ്റവുമാകുമോ? രാഷ്ട്രീയ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നവർക്കെതിരെ എന്തെല്ലാം തരത്തിൽ പ്രേക്ഷകർ റിയാക്ട് ചെയ്യും. അപ്പോൾ അത് പ്രേക്ഷകരുടെ സ്വാഭാവികമായൊരു പ്രതികരണമായി കണ്ടുകൊണ്ട് അതിനോട് ഒരു മുഖ്യമന്ത്രിക്കോ ഭരണാധികാരിക്കോ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി കാണുന്ന അവനെ കർശനമായി നിയമത്തിന് വിധേയമാക്കണം എന്നായിരിക്കും. അദ്ദേഹം പോലീസ് മന്ത്രി കൂടിയാണ്. പോലീസ് മന്ത്രിയെ നാട്ടുകാരന് കൂവാൻ പറ്റുമോ? പോലീസിനെ കൂവാവും. പോലീസിനെ കൂവാറുണ്ട്, വിദ്യാർത്ഥികൾ എപ്പോഴും കൂവാറുണ്ട്. നാട്ടുകാരും വേണമെങ്കിൽ പോലീസിനെ കൂവിയ ചരിത്രങ്ങളുമുണ്ട്. അതെ അതെ. അപ്പോൾ പോലീസ് മന്ത്രിയെ കൂവിയാൽ പോലീസുകാർ നോക്കിയിരിക്കില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമന്ത്രി അവരുടെ യജമാനാണ്. അപ്പം ആഭ്യന്തരമന്ത്രിയെ കൂവിയ ഒരുത്തനെ അവർ വെച്ചേക്കില്ല. അതുകൊണ്ട് കണ്ടോൺമെൻറ്റ് കാണിച്ചത് ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന ഒരു പ്രകൃതമാണ്. പക്ഷേ നമ്മുടെ സമൂഹം പ്രതികരിക്കാൻ മടിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുള്ളപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഒന്നിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതം, പ്രസംഗം, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഭരണത്തിൻ്റെ രീതികൾ, മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ ശൈലിയോടും വിരോധമുള്ള ഒരാൾ അയാൾക്ക് സ്വാഭാവികമായി പ്രതികരിക്കാൻ തുടങ്ങിയ ഒരു കൂവലാണ്. സ്റ്റേജിൽ നിന്ന് കൂവിയ സാഹിത്യകാരന്മാർ വരെയുള്ള നാടാണിത്. വിദ്യാർത്ഥികളിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്, ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കൊല്ലത്തെ ഒരു കോളേജിൽ പി കേശവദേവ് കൂവി മൈക്കിൻ്റെ മുമ്പിൽ. പിന്നെ മൈക്ക് പിടിച്ചുകൊണ്ട് കൂവിയപ്പോൾ അത് നാടൊട്ടുക്കും കേട്ടു. അത് വിദ്യാർത്ഥികളുടെ കൂവലിൻ്റെ പ്രതികരണമായിരുന്നു. കേശവദേവിൻ്റെ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കൂവി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ അദ്ദേഹം തിരിച്ച് ഒച്ചത്തിൽ കുട്ടികളെയും കൂവി. അത് സരസനായ ഒരു എഴുത്തുകാരൻ അങ്ങനെയൊക്കെ ചെയ്യാം. അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ്. അതിൻ്റെ ആ സ്പിരിറ്റിൽ എടുത്തു വന്നു ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതല്ലേ ചെയ്യേണ്ട. ഒരു ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം ഒരാൾ നടത്തുന്നത് തിരിച്ചും അതുപോലെ കൂവുന്നു. അതിനെ ആ രീതിയിൽ എടുക്കണം അല്ലേ? മുമ്പ് രഞ്ജിത്ത് ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒക്കെ ചെയർമാനായിട്ടിരുന്ന സമയത്ത് ഇതുപോലെ കൂവലൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയൻ എന്താ മാറുന്നത്? അല്ലേ, പിണറായി വിജയനിൽ നിന്ന് നമ്മൾ അത്തരം സമീപനം ഒരിക്കലും പ്രതീക്ഷിച്ചുകൂടാ. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയുള്ളതാണ്. അദ്ദേഹം ഭരണാധികാരി എന്ന് പറയുന്ന ഒരു ശേമുഷി കാണിക്കാൻ വിധിക്കപ്പെട്ട ആളെ പോലെ പെരുമാറുന്ന ആളാണ്. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന സ്റ്റാലിൻ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രണേതാക്കൾ പോലുമുണ്ട്. നല്ല അർത്ഥത്തിലും ചീത്ത അർത്ഥത്തിലും ഒരു ഏകാധിപതിയുടെ മട്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയിലുണ്ടല്ലോ. അപ്പം താൻ പോരിമയോടെ പെരുമാറുക, ഒരു ദുരഹങ്കാരം നിറഞ്ഞ വാക്കുകൾ പറയുക. അതാണ് നേരത്തെ സിനുജി സൂചിപ്പിച്ച മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്നൊക്കെ പറയുക. അതൊരു ജനാധിപത്യവാദിയിൽ നിന്ന് കേൾക്കുന്ന വാക്കല്ല. അങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദം ഉയർന്നപ്പോൾ അദ്ദേഹം അത് സഹിക്കുന്നില്ല. ഇത് എല്ലാ ഏകാധിപതികളുടെയും ലക്ഷണവുമാണ്.
ഫാസിസ്റ്റ് എന്ന ഒരാളിന് ജനങ്ങളുടെ പ്രതികരണം പൊരുത്തപ്പെടാൻ പറ്റില്ല, സഹിക്കാനും പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ വൈകാരിക തലങ്ങളെയും അത് ഭീഷണിയായി കരുതും. അതുപോലൊരു പ്രകൃതമാണ് ഈ കണ്ടത്. ഇല്ലെങ്കിൽ ആരോ ആൾക്കൂട്ടത്തിൽ നിന്ന് എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അല്ല, പോലീസ് തൽക്കാലം ഒരു താക്കീത് കൊടുത്ത് വിടുകയൊക്കെ ചെയ്യുന്ന ഒരു അങ്ങേയറ്റം പോയാൽ ഇത് ജനങ്ങൾക്ക് പ്രതികരിക്കാനൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. നിങ്ങൾക്കുള്ള എതിരഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ അംഗീകരിക്കുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിശാല മനസ്കത നമ്മുടെ ഭരണാധികാരിയായ മുഖ്യമന്ത്രി പ്രകടിപ്പിക്കാത്തത് കഷ്ടം എന്നേ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പം സഞ്ചരിക്കുമ്പോൾ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം നോക്കി അല്ലേ, അദ്ദേഹം ഈ പറയുന്ന ജനങ്ങളുമായി സംവദിക്കാനായിട്ട് പോയപ്പോൾ എവിടെയോ നിന്ന് കുറച്ച് കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി പ്രതിഷേധം കാണിച്ചു. എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ ചെന്നിട്ട് കുതിരയെ തല്ലിയാണ്. എന്നിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അതൊരു പ്രതിരോധ പ്രവർത്തനമാണ്. അപ്പോൾ എന്ത് ധാർഷ്ട്യവും ജനങ്ങളോട് കാണിക്കുക. നമ്മൾ വോട്ട് ചെയ്ത് വളർത്തിയ ഒരാളാണ് അല്ലേ. ഇങ്ങനെ ധാർഷ്ട്യം കാണിക്കുന്നവർക്കൊക്കെ കാലം കാത്തുവെച്ചത് അത്ര നല്ല അവസാന കാലമായിരിക്കില്ല, അതല്ലേ? നമ്മൾ അങ്ങനെ ശപിക്കുന്നില്ല. ഇതൊരു ചരിത്രമല്ലേ? ചരിത്ര ബോധത്തോടെ സംസാരിക്കുമ്പോൾ നമുക്ക് പല വിധികളും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാവി എന്താണെന്ന് നമ്മൾ പറയുന്നില്ല. അദ്ദേഹം അങ്ങനെ ഭാവിയിൽ വിശ്വസിക്കുന്ന ആളുമല്ല. അദ്ദേഹം മെറ്റീരിയലിസ്റ്റാണ്. വിശ്വാസം കൊണ്ട്, രാഷ്ട്രീയ വിശ്വാസം കൊണ്ട് അദ്ദേഹം ഒരു മെറ്റീരിയലിസ്റ്റാണ്, ഭൗതികവാദിയാണ്. അപ്പം ഭാവിയെക്കുറിച്ച് ഭൗതികവാദികൾക്ക് അങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നും. സാർ, ഭാവി എന്ന് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ ഭാവിയാണ് ചിന്തിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനായിരുന്നപ്പോൾ പിണറായി വിജയൻ എങ്ങനെയായിരുന്നു എന്നും പിന്നീട് വി.എസ്. അച്യുതാനന്ദൻ എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ഏകാധിപതിയായി പാർട്ടി സെക്രട്ടറിയെക്കാട്ടിലും മുകളിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം. ഈ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നാളെ പാർട്ടിയുടെ ഈ പറയുന്ന പദവിയിൽ നിന്നൊക്കെ ഒഴിയുമ്പോൾ അവസരം കാത്തിരിക്കുന്ന പലരും എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതെ. അല്ല, ഒരു കണക്കിൽ ഞാൻ ആ സീൻ അവിടെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കിടയിൽ മുഖ്യമന്ത്രിയോട് അനുഭവമുള്ള ഒരുപാട് പേരുണ്ട്. DYFIക്കാരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാകും. ഡെലിഗേറ്റ്സ് പാസുമായിട്ട് അവിടെ കയറുന്നവരാണ് ആണ്. അപ്പോൾ അവർ ഈ ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്യാതെ വിട്ടത് ഇല്ല, ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കൈകാര്യം ചെയ്യാതെ വിട്ടത് തന്നെ ഈ മുഖ്യമന്ത്രിയോടുള്ള ഒരു പഴയ അടുപ്പം കുറഞ്ഞുകൊണ്ടാകാം. അതുകൊണ്ട് അത്രയും ഭക്തിയുള്ളവരില്ല എന്നും പറയാം. പക്ഷേ ഇനി ചിലപ്പോൾ മുഖ്യമന്ത്രി ഒരു പക്ഷേ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പ്രതികരിക്കണമെന്ന് തോന്നി അദ്ദേഹത്തിന് പറയാനൊരു നല്ല കാര്യമുണ്ട്. എന്നെ കൂവിയതിന് ആ ചെറുപ്പക്കാരന് വല്ല അത്യാഹിതവും സംഭവിക്കുമോ എന്ന് ഭയന്ന് ഞാൻ അദ്ദേഹത്തെ പെട്ടെന്ന് പോലീസ് എന്നെ കൊണ്ട് രക്ഷിച്ചതാണ്. കാരണം അദ്ദേഹത്തിനെതിരായിട്ടുള്ള എല്ലാ റിയാക്ഷനും നടപടിയെടുക്കുമ്പോൾ അദ്ദേഹം അത് പ്രതിരോധ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ അഭിഭാഷകനായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഒരു പ്രതിരോധ പ്രവർത്തനമായിരിക്കും. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണെന്ന് പൊതുവെ ജനങ്ങൾക്കൊരു തോന്നലുണ്ട്. ആ തോന്നൽ പാർട്ടിക്കാർക്ക് ഉള്ളിൽ തന്നെയുമുണ്ട്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ആ സെക്രട്ടറി പദത്തിന് CPM വലിയ സ്ഥാനമുള്ളത്. പക്ഷേ ഇന്ന് MV ഗോവിന്ദൻ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ അതിനൊക്കെ മുകളിൽ ഞാൻ തന്നെയാണ് അവസാനത്തെ വാക്ക് എന്ന് പല പ്രവൃത്തികളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജില്ലാ സമ്മേളനങ്ങളിലേക്ക് CPM കടക്കുകയാണ്. അപ്പോൾ പലയിടത്തും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണതകൾ. CPM ഒരു പഴയ പാർട്ടി എന്ന നിലയിലല്ല എന്നും ഈ തെറ്റ് കാണിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ പോലെ പെരുമാറുന്ന നേതാക്കളെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവരാ ഈ പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ ആത്യന്തികമായി പാർട്ടി പ്രവർത്തകർ പോലും ഈ മുഖ്യമന്ത്രിയോട് അത്ര സുഖകരമല്ല, പക്ഷെ പേടിച്ച് നിൽക്കുന്നു. അത് ഈ CPMൻ്റെ ഒരു സ്റ്റൈലിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും. കാരണം CPMൽ താഴെ തട്ടിൽ പ്രാദേശിക ഘടകങ്ങളിൽ ജനാധിപത്യ അഭിപ്രായമൊക്കെ പറയാനായിട്ട് കുറച്ചൊരു വിട്ടുവീഴ്ച കൊടുക്കും. അവരൊക്കെ എന്ത് പറയുന്നു എന്നറിയാൻ കൂടിയാണത്. അത് വലിയ അപകടം പിടിച്ചതാണ്. അവൻ്റെയൊക്കെ രാഷ്ട്രീയ ഭാവിയും കൂടെ ചിലപ്പോൾ അവതാളത്തിലാവും. കാരണം നേർമാത്രം മാറ്റം വരുന്നില്ലെങ്കിൽ ഇവരൊക്കെ നാളെ നോട്ടപ്പുള്ളികളാവും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലിയാണ്. എങ്കിലും ഒരു താഴെ തട്ടിൽ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ചിലപ്പോൾ അഭിപ്രായം പറയാൻ അനുവദിക്കും. അങ്ങനെ അനുവദിക്കുന്നവർക്ക് ഭാവിയിൽ പാർട്ടിയിൽ പദവികളും സ്ഥാനങ്ങളും ഒക്കെ കിട്ടുന്നതിൽ എന്ത് സംഭവിക്കുമെന്ന് ഇരിക്കട്ടെ. പക്ഷേ അങ്ങനെ ചർച്ച ചെയ്തു വരുന്ന
മുകളിൽ വരുന്ന അഭിപ്രായങ്ങളെ പോളിറ്റ് ബ്യൂറോ ആത്യന്തികമായി അംഗീകരിക്കുക വഴി അത് പിന്നീട് എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരായിത്തീരുന്നതാണ് CPM-ൻ്റെ കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനം. അവർ സെൻട്രലൈസ്ഡ് ഡെമോക്രസിയിലാണ് വിശ്വസിക്കുന്നത്, പീപ്പിൾസ് ഡെമോക്രസിയിലല്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാന വ്യത്യാസം. പീപ്പിൾസ് ഡെമോക്രസിയാണ് ജനങ്ങൾക്കിടയിൽ പല അഭിപ്രായമുണ്ട്, എല്ലാം അത് CPI-ക്ക് ഒരു ജനകീയ ജനാധിപത്യ സ്വഭാവവും CPM-ന് കേന്ദ്രീകൃത ജനാധിപത്യ സ്വഭാവവുമാണുള്ളത്. ഈ കേന്ദ്രീകൃത ജനാധിപത്യ സ്വഭാവത്തിൻ്റെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആൾ അപ്രമാദിതനും അപ്രതിരോധ്യനും ചോദ്യം ചെയ്യപ്പെടാത്ത ആളുമാണെന്ന് സ്വയം ധരിക്കുക വഴി വരുന്ന അപകടങ്ങളിൽ ഒന്നാണിത്. ഇത് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനാധിപത്യ ഭരണാധികാരിയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന കാലത്തെ ഇതിന് മാറ്റം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ പിണറായി വിജയനെ കൂവിയതിന് അഭിഭാഷകനെ പിടിച്ച് ജയിലിലിട്ടു, അയാൾക്ക് ജീവപര്യന്തം ശിക്ഷയായിരിക്കും കിട്ടുക? എനിക്ക് തോന്നുന്നത് ഇതിനകം അദ്ദേഹത്തെ വിട്ടയക്കും എന്നാണ്. കാരണം ഒരു താക്കീതോ ഒരു മാപ്പുകൊടുപ്പോ ഒക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. ഇനി ഈ കൂവിയ യുവ അഭിഭാഷകൻ്റെ രാഷ്ട്രീയ ചായ്വ് എന്താണെന്നും കൂടെ പരിശോധിക്കും. അദ്ദേഹം ഈ ഏരിയ സമ്മേളനങ്ങളൊക്കെ നടക്കില്ലേ, പ്രാദേശിക സമ്മേളനം, അതിലൊരു പാർട്ടിയുടെ ഒരു വിമർശകനാകാനും സാധ്യതയുണ്ട്. അതെ, അവിടെ പറഞ്ഞിട്ട് കഥയില്ലാത്തതെന്നാകും, പിന്നെ ജനങ്ങൾ കാണാമെന്ന് പ്രകടിപ്പിക്കാൻ കരുതിയതാകും. കാരണം ഇത് മനുഷ്യ സ്വഭാവമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഒരു സന്തോഷം വരാത്ത ഒരവസ്ഥ, ഞാൻ അറിയാതെ അങ്ങ് കൂവിപ്പോയി എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ, മൂക്ക് തെറിക്കുന്നെങ്കിൽ തെറിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മനുഷ്യ സഹജമാണ്. അങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിക്കണം. അത്രയേറെ വെറുപ്പ് ഈ സമൂഹത്തിന് ഈ ഭരണത്തോടും ഭരണമേധാവികളോടുമൊക്കെ ഉണ്ട് എന്ന കാര്യം തിരിച്ചറിയുകയാണെങ്കിൽ അത് നല്ല ജനാധിപത്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.